എന്താ സംഭവിച്ചത്? അത് സ്കൂള് തുടങ്ങിയ പാടെ അവിടുന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് നല്ല മണ്ടേ പ്രശ്നമാണ്. കഴിഞ്ഞ് ഇപ്പോൾ 3 മാസത്തിൻ്റെ അടുക്ക് ഞങ്ങളെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അതുപോലത്തെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയത്. ഫെബ്രുവരി കഴിഞ്ഞ മാസം 17 അല്ല അതിന് മുമ്പേ ഉള്ള ഭക്ഷണം ഡേറ്റ് ഓർമ്മയില്ല. ഭക്ഷണം കഴിക്കാൻ പോയാലേ ഭക്ഷണം കഴിക്കുന്നതിന് എനിക്കെല്ലാം എന്തോ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ കാര്യം വന്നിട്ട് അടിച്ചിട്ട് അങ്ങ് പോയി. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് അടിച്ചിട്ട് പോയി. ആ കേസെല്ലാം കൊടുത്ത് പിന്നെ അത് നാട്ടുകാർ മധ്യസ്ഥം പറഞ്ഞ് അങ്ങ് തുറന്നു നോക്കി. പിന്നെ അതിന് ശേഷം സ്കൂളിന് ബട്ടൺസ് ഇടുന്ന പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ പറയും ബട്ടൺസ് ഇടുന്നത്. ഞാൻ പറയൂ ഷർട്ടിൻ്റെ ബട്ടൺസ് ഞാനിങ്ങനെ തന്നെയല്ല ഇപ്പം നടക്കലെന്ന് പറഞ്ഞിട്ട് ഞാൻ ബട്ടൺസ് ഇടില്ല. അതിന് ശേഷം സ്കൂളിൽ നിന്ന് പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിലേറ്റ് കല്ലാച്ചിമ്മൽ ഒത്തിയിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ ഞങ്ങൾ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്ത് വില കുറേ ആൾ കാത്തു നിന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞേരെ അന്നെയും എൻ്റെ ഒക്കെ ഉള്ള ഒരു വേറെ 3 ആളെയും അടിച്ചിട്ട് പരിക്കേൽപ്പിച്ച്. എൻ്റെ ചേട്ടനും പരിക്കുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ ഇപ്പോൾ ഫുൾ റെഡി ആയിക്കില്ല. പൊട്ടുണ്ട്. അത് എൻ്റെ കേസെല്ലാം കൊടുത്ത് കേസ് നടക്കും. കഴിഞ്ഞ മാസം 17. പിന്നെ ഈ മാസം മെഞ്ഞാന്ന് നടന്നത് സ്കൂൾ പേരൻറ്റ് കൊണ്ടായി തരും. പേരൻറ്റ് കൊണ്ടായി തന്ന് 10 മിനിറ്റ് കഴിഞ്ഞേരെ ഞാൻ എക്സാം ഹാളിൻ്റെ അടുത്തേക്ക് കാര്യം അന്നേരം +2 കുറച്ച് കുട്ടികളെ ഒരു 10 കുറേ ആൾക്കാർ ഫുള്ളും വന്ന് ചുറ്റും നിന്ന് എന്നിട്ട് ഇനി കൊടുക്കിട്ടെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കിട്ടില്ല. പറഞ്ഞു എൻ്റെ ബട്ടൺസ് അല്ലേ ഞങ്ങൾക്ക് ഇടുന്നതെന്ന് പറഞ്ഞു. അന്നേരം എന്നെ ചുമരുമേലേക്ക് പിടിച്ചൊന്നിട്ട് പറഞ്ഞു ഇനി കേസെല്ലാം കൊടുക്കുന്നല്ലേ കൊടുക്കിട്ട് ഇനി എനിക്കത് താടി നല്ല മണ്ടി താടി അടിക്കുവാൻ പറഞ്ഞ് കൊടുക്കിടുവാൻ പറഞ്ഞ്. പിന്നെ മുഖത്തിട്ട് കുത്ത് അടിക്കുകയെല്ലാം ചെയ്ത് ഓരോരുത്തർ. ഇവിടെ ഒരു BK ഉണ്ടായിരുന്നു. അത് കേസും കൊടുത്ത് ഇപ്പോൾ കഴിഞ്ഞ്. പിന്നെ കേസ് കൊടുക്കാത്തതിന് മുമ്പും സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായിട്ടുണ്ട് ഓരോരുത്തർ ബട്ടൺസ് ഇടുന്നെല്ലാം പറഞ്ഞിട്ട്. കോളർ ഓടിക്കോ അങ്ങനെല്ലാം ഉണ്ടാവും. കുറെ കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. +1 വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഇത് അറിയിക്കാറില്ലേ? ടീച്ചേഴ്സിനെതിരെയുണ്ട്. ടീച്ചേഴ്സ് ചില കുട്ടികളെ വീട്ടിൽ പറഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് കാറ്റു. ചില കുട്ടികളൊന്നും ആക്കൂല. അങ്ങനെ ഉണ്ടായത്. ടീച്ചേഴ്സിനൊക്കെ അറിയിച്ചാൽ ഇങ്ങനെ തുടർക്കഥയാണ് സംഭവം. നിർത്തലൊന്നുമില്ല, ഇത് ഉണ്ടായിട്ടുണ്ട്. വേറെ നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് മാത്രമല്ലേ ഉള്ളൂ ഈ ഷർട്ടിന്റെ ബട്ടൺസിൽ അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷ ഒക്കെ എഴുതുന്നത് പേടിച്ചാണ് ഇപ്പൊ. പരീക്ഷ എഴുതുമ്പോ ഇവര് പുറത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായത്. പരീക്ഷ എഴുതുമ്പോഴും പേടിയോടെയാണ് ഇവരൊക്കെ നിൽക്കുന്നോണ്ട് അല്ലേ സ്കൂളിൽ പോകാനും. ഓര് പുറത്തുണ്ടാവും.